പേര് ജെയ്സി. ഇതെൻ്റെ മകള്, മകളുടെ ഹസ്ബൻഡ്, അമ്മ, ഇവരുടെ 3 കുഞ്ഞുങ്ങളാണിത്. എനിക്ക് കൃപാസന മാതാവ് വഴി ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനും നന്ദി പറയാനുമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. 2017 എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത്. 2018 ആയപ്പോൾ അവൾ ഗർഭിണിയായി. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല. കൃപാസന മാതാവിനെ കുറിച്ച് എനിക്ക് അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 5-ാം മാസമായപ്പോഴേക്കും കുട്ടിക്ക് വളർച്ച കുറവുള്ളതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ വേറെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, തന്നെ അത് ശരിയായി വരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ മകൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 5-ാം മാസത്തിൻ്റെ അവസാനമായപ്പോൾ അവൾക്ക് ഗുജറാത്തിലേക്ക് ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടി വന്നു. മകൻ വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ അവിടെയാണ് ടെസ്റ്റിന് കൊടുത്തിരുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഫലമായി അനുസരിച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. ഡോക്ടർ പറഞ്ഞു, അധികം വൈകാതെ കുട്ടിയെ ഇനി വെച്ചിട്ട് കാര്യമില്ല, പ്രസവിക്കണം. അപ്പോൾ ഒരാഴ്ചത്തെ പ്രോസസ്സാണ് അതിന് പറഞ്ഞത്. പക്ഷേ പിന്നത്തെ ദിവസം ആകുമ്പോഴേക്കും കുട്ടി പ്രസവിച്ചു. അങ്ങനെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി. അതിനുശേഷം വീണ്ടും കുറച്ച് നാളുകൾ ശേഷം വീണ്ടും ഗർഭിണിയായി. 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയമായി. ഞങ്ങളിതുപോലെ സ്കാനിങ്ങിന് ചെന്നു. സ്കാനിങ് ചെയ്ത ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് നോക്കിയപ്പോൾ വീണ്ടും ഹാർട്ട് ബീറ്റ് ഇല്ല എന്നാണ് കണ്ടത്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വളരെ വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അവൾ ഗുജറാത്തിലേക്ക് പോയി, അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് ഒരു കൃപാസന മാതാവിൻ്റെ പത്രം കിട്ടി. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്ന കുറച്ച് മറ്റേ പരസ്യ പേപ്പറുകളും ഒക്കെ കൂടി ഞാനത് കത്തിക്കാനായിട്ട് കൊണ്ടുവച്ചു. അവിടെ ചെന്ന് പിന്നത്തെ ദിവസം ഞാൻ കത്തിക്കാനായിട്ട് കീറാൻ നിൽക്കുന്ന നേരത്ത് മാതാവിൻ്റെ ഒരു പടയിൽ കണ്ടപ്പോൾ എനിക്ക് അത് ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നായി. മാതാവിൻ്റെ കീറാൻ ഞാൻ നോക്കിയില്ല, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനത് വായിക്കാൻ നിന്നപ്പോൾ അതിൽ കുറേ അത്ഭുതങ്ങളാണ്. അപ്പോൾ എനിക്ക് മാതാവിലൊരു വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാൻ എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ അന്ന് ഓൺലൈൻ ഉടമ്പടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷെ അതിൽ എനിക്ക് എൻ്റെ ഇതൊന്നും എഴുതി വയ്ക്കുന്നതായ 6 നിയോഗങ്ങളുണ്ടല്ലോ, അതൊന്നും എഴുതി വയ്ക്കുന്ന പേജ് എനിക്ക് വന്നില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2020 ആയപ്പോൾ അവൾ വീണ്ടും ഗർഭിണിയായി. അപ്പോൾ അതിൽ ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ആ സമയത്താണ് മകന് കൊറോണ വന്നു, ഇവൾക്കും വന്നു കൊറോണ. അപ്പോൾ ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നത്. 2 മാസത്തെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഇവരെ ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടേക്ക് 2 മാസത്തിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് 3-ാം മാസത്തിൻ്റെ സ്കാനിങ് നടന്നത്. അപ്പോൾ ആ സ്കാനിങ് നടന്നപ്പോൾ വീണ്ടും പ്രശ്നം, അതിലൊരു കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിൽക്കും, പിന്നെ അബ്നോർമൽ ബേബിയാണ്, ഒരു ബേബി നോർമലാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആ കുട്ടീനെ അബോർഷൻ ആക്കണം, അല്ലാതെ നിവർത്തിയില്ല, 2 കുട്ടികളാണ് നിങ്ങൾക്ക്. അപ്പോൾ 2 കുട്ടികളാകുമ്പോൾ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ബേബി ആകുമ്പോൾ ആ കുട്ടിയെ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ അങ്ങനെ നിർദ്ദേശിച്ചു. പക്ഷേ മകനാണെങ്കിൽ സമ്മതിച്ചില്ല. അങ്ങനത്തെ ഒരു കുട്ടി ഞങ്ങൾക്ക് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. 2 പേരും നഷ്ടപ്പെട്ടതാണ്, നമുക്ക് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു. പിന്നെയും ഞങ്ങൾ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു, ഒരു ടെസ്റ്റ് നടത്തുക, അത് കഴിഞ്ഞിട്ട് അതിൽ കുഴപ്പമാണെങ്കിൽ അബോർഷനാക്കേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമില്ലാതെ വീണ്ടും അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ, നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ടും അതിനൊരു പ്രതിവിധി ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ടെസ്റ്റ് നടത്താൻ പോണത്, ട്രീറ്റ്മെൻറ്റ് ഇല്ല അതിന്, അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് രാത്രി എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ രാത്രി മുഴുവൻ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പുലർച്ചെ 3 മണിയാകുമ്പോഴേക്കും അടുത്ത റൂമിൽ നിന്ന് ഇവള് പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേൽക്കണ ഞാൻ മയക്കത്തിൽ അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ എന്തോ തട്ടുന്ന പോലെ തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എൻ്റെ മകളെ സ്പർശിക്കണേ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണേ, സഞ്ചാരി മാതാവേ ഞങ്ങളുടെ അടുത്ത് എത്തണേ നോക്കുവന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ അത്ഭുതമായിരിക്കുന്നു. പക്ഷേ നമുക്ക് അത്ര അറിയണില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 5-ാം മാസത്തെ സ്കാനിങ് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച്
ഇവിടെ ജോലിക്ക് പ്രവേശിക്കേണ്ട കാരണം തിരിച്ചു പോന്നു. അപ്പോൾ ഇവരാണ് 5ാമത്തെ സ്കാനിങ്ങിന് പോയത് മാസത്തെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇനി പേടിക്കണ്ടെന്ന്. അങ്ങനെ വളരെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. പിന്നെ 7.25 മാസമാകുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ബ്ലഡ് ഫ്ലോ നിന്നു. അങ്ങനെ 2 കുട്ടികളേനെയും ആ സമയത്ത് എടുത്തു. ഒരു കുട്ടി 1,400 ഒരു കുട്ടി 1,600 ഉണ്ടായിരുന്നത്. ഒരാളെന്നെ 3 ദിവസം NICUവിൽ കെടുത്തി. പിന്നെ ഒരാളെ 5 ദിവസവും കെടുത്തി. നല്ല ആരോഗ്യമായ കുഞ്ഞുങ്ങൾ, യാതൊരു കുഴപ്പമില്ല. അവരാണ് ഈ ട്വിൻസ് 2 പേര്. അത് കഴിഞ്ഞ് അവിടുന്ന് 2 വർഷം കഴിയുമ്പോഴേക്കും വേറൊരു കുഞ്ഞിനെയും കൂടി ഞങ്ങൾക്ക് നൽകി. ആരോഗ്യവാനായ ഒരു മോനും കൂടി നൽകി. അവന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രഗ്നൻസിയിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അടുത്ത ഒരു സാക്ഷ്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ കഴിഞ്ഞ മെയിലാണ് റിട്ടയർ ആയത്. എനിക്ക് 30 വർഷത്തെ സർവീസ് ഉണ്ട്. പക്ഷേ എങ്കിലും പെൻഷന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 27 വർഷത്തെ കണക്കാക്കാൻ പറ്റുള്ളൂ, 3 വർഷത്തെ ലീവായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ അതിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു എൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട്. അന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിരുന്നു, ഓൺലൈനല്ല. അപ്പോൾ ഞാൻ അതിൽ നിയോഗം എഴുതി വെച്ചിരുന്നു. എൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 3 മാസം അവിടെ പേപ്പർ വെച്ചെങ്കിലും കൂടി അവർ 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടക്കി തന്നില്ല. അവർ അത് ഫോർവേഡ് ചെയ്തു. എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും എല്ലാം കിട്ടി. അതിൻ്റെ പെൻഷനും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി. പിന്നെ അടുത്തൊരു സാക്ഷി എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമുള്ള ആളല്ല. ഈ കുഞ്ഞുമക്കളുള്ള കാരണം ആൾ മുകളിലത്തെ നിലയിലാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അത് ഒരു ദിവസം രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ മൂടി വെച്ചിരുന്ന പാത്രം പെട്ടെന്ന് വീണു. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് വേഗം ഓടിച്ചെന്നു. കാരണം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ ആൾക്കൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് ഷുഗറിലൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആൾ അബോധാവസ്ഥയിലാണ് കിടക്കണത്. പിന്നെ വായനൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഒരു 12 മണി നേരമായി ഉണ്ടാവും. കുഞ്ഞുമക്കളുള്ള കാരണം ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറിഞ്ഞത് തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് ഞങ്ങൾക്ക് സംഭവിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടായി മാറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. അടുത്ത വീട്ടുകാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നേ ഈ ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ നോക്കിയപ്പോൾ 36. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പിന്നെ പലതരം സ്കാനിങ്ങൾ നടത്തി. അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്താ കാര്യമെന്ന്. അപ്പോൾ അങ്ങനെ സ്കാനിങ് നടത്തിയപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു അതിൽ പാൻക്രിയാസിലൊരു തടിപ്പുണ്ട്. ആ തടിപ്പ് അത് എൻഡോസ്കോപ്പി ചെയ്ത് അവിടെ നിന്ന് എടുത്ത് നമുക്ക് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഇവിടെ ഉടമ്പടി എടുത്തതാണ്. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവരെ തൈലം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങളത് തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എൻഡോസ്കോപ്പി നടത്തുമ്പോൾ അതൊന്നും എടുക്കാൻ കിട്ടല്ലേ, ബയോപ്സിക്ക് അയക്കാൻ. ഞാൻ വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. എൻഡോസ്കോപ്പി കഴിഞ്ഞു. ഞാനും അനിയനും അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെ വിളിച്ചു. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് ഒന്നും എടുക്കാനില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു. ഒന്നും എടുക്കാനില്ലല്ലോ. അപ്പോൾ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് തന്ന, മാതാവ് ദേവകുമാരന് വഴി ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും വളരെയധികം നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല.